പ്രിയപ്പെട്ടവരെ, അക്ബർ സ്നേഹക്കൂട്. ലോകത്തെ ഏറ്റവും മനോഹരമായ ജലാശയം എന്നറിയപ്പെടുന്ന പാങ്കോങ് തടാകത്തിലേക്ക് ലഡാക്കിൽ നിന്നും ഞാൻ യാത്ര ചെയ്യുകയാണ്. ചാംഗ്ല പാസ് 16,000 അടി സമുദ്ര ലെവലിൽ നിന്നും ഉയരത്തിലുള്ള ചാംഗ്ല പാസിലൂടെയാണ് ഞങ്ങളുടെ യാത്ര. വളരെ അപകടം പിടിച്ച ദുർഘട പാതകളിലൂടെയാണ് യാത്ര ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഞാനും എൻ്റെ സുഹൃത്തുമായിട്ട് ഒരു ഐസ് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തോന്നുമല്ലോ, നമ്മൾ ചെറിയൊരു കുട്ടിയായി മാറി ഐസ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞ് കളിക്കുകയാണ്. ചിലപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാവും. ഓക്കെ, ഈ യാത്ര നമ്മളെ ഒരുപാട് ബാല്യത്തിലേക്കും യൗവനത്തിലേക്കൊക്കെ നമ്മളെ കൊണ്ടുപോകും ചില യാത്രകൾ. ഓക്കെ, എനിഹൗ ഞാനിപ്പോൾ ചാംഗ്ല പാസിൻ്റെ തൊട്ടടുത്ത് നിന്നാണ് ഞാനിപ്പോൾ ഈ രംഗം ചിത്രീകരിച്ചത്. ഇനി ചാംഗ്ല പാസ് കഴിഞ്ഞ് ഞങ്ങളിനി പാങ്കോങ്ങിലേക്കുള്ള യാത്രയാണ്. പാങ്കോങ് തടാകം ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും കാണണം കേട്ടോ. മാനസ സരോവർ എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? അതെ, അതേപോലെ അതിലും ഗംഭീരമാണ് പാങ്കോങ് തടാകം. പാങ്കോങ് തടാകത്തിൻ്റെ ഒരു പ്രധാന ഭാഗം കുറച്ച് അതിൻ്റെ പുറക് വലിയ വിശാലമായ കിലോമീറ്റർ കണക്കിന് പരന്ന് കിടക്കുന്ന തടാകമാണത്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അതിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട്. ഏതായാലും ഞാൻ അങ്ങോട്ടുള്ള യാത്രയാണ്. ഈ യാത്ര ഏകദേശം ചാംഗ്ല പാസ് എന്ന് പറയുന്നത് 16,000 അടി സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത്. ഇരുവശവും മഞ്ഞ് നിറഞ്ഞ് കിടക്കുന്ന മലനിരകളാണ്, അഗാധമായ കൊക്കകൾ. റോഡ് എന്നൊക്കെ പറയുന്നത് വളരെ വളരെ സ്ലിപ്പറി ആയിട്ടുള്ള റോഡാണ്. ഏത് നിമിഷവും ഇപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ 3 മിലിറ്ററി ട്രക്കുകൾ വളരെ താഴോട്ട് വീണ് കിടക്കുന്നത് കണ്ട് അത് തിരിച്ചവർക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത്രയും താഴ്ചയിലേക്കാണ് അത് വീണിരിക്കുന്നത്. മിലിറ്ററി ട്രക്കൊക്കെ വീണമെന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ടയർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ശക്തിമാൻ, ചെക്കോസ്ലോവാക്യൻ, പിന്നെ മെയ്ഡാണ് ആ ട്രക്കുകളൊക്കെ. ഏതായാലും ഈ ലഡാക്കിൽ നിന്നും പാങ്കോങ്ങിലേക്കുള്ള യാത്ര, എൻ്റെ അമ്മോ, ഞാൻ എന്താ പറയുന്നത് കണ്ടോ നിങ്ങൾ? അത് ഏകദേശം 2.5 മീറ്റർ ഉയരത്തിലാണ് ഈ മഞ്ഞ്. എൻ്റെ ഇടതുഭാഗത്ത് 2.5 മീറ്റർ ഉയരത്തിൽ മഞ്ഞിങ്ങനെ ഐസ് ഇങ്ങനെ കട്ടിയായിട്ട് കിടക്കുകയാണ്. ഇത് താഴ്ചകളാണ് കേട്ടോ. നിങ്ങൾ ഇവിടെ നിന്ന് കാണുമ്പോൾ ഇതിങ്ങനെ ഭയങ്കരമായിട്ടുള്ള താഴ്വാരങ്ങളാണ് ഇത്. ഓക്കെ, അപ്പോൾ മൊത്തം ഐസാണ്. അപ്പോൾ ഈ യാത്ര തന്നെ ഒരു ഒരു ഉന്മാദമാണ് ഈ യാത്ര. എന്താ രസം എന്ന് പറഞ്ഞാൽ വെച്ചാൽ ലോൺലിനെസ് എന്നൊക്കെ പറയുന്നത് നമ്മളിവിടെ എങ്ങനെ അനുഭവിക്കും കേട്ടോ. പ്രത്യേകിച്ച് എനിക്ക് മെഡിറ്റേഷനിലൊക്കെ ഞാൻ വളരെയേറെ താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. ഓക്കെ, എന്ന് വെച്ചാൽ പരമമായ ഇതിലേക്ക് ഇടയ്ക്കൊന്ന് എസ്കേപ്പ് ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ എന്നേക്കുമായി പരമമായതിൽ ഇല്ലാതാവണം എന്ന് തീവ്രമായി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ ഇത്തരം യാത്രകളിൽ കുറച്ച് സമയമൊക്കെ എവിടെയെങ്കിലും വണ്ടി നിർത്തിയിട്ട് ഒന്ന് ഇറങ്ങിപ്പോയി എവിടെയെങ്കിലും പോയി ഇരിക്കും ഞാനങ്ങനെ. അപ്പോൾ അതൊക്കെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഞാൻ. പിന്നെ ഈ പാതയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ വളരെ അപകടം പതിയിരിക്കുന്ന പാതകളാണ്. അതെന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ശക്തമായ ലാൻഡ് സ്ലൈഡിങ്ങും, എന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡിങ് അല്ല, ഇത് എന്താ നമ്മൾ പറയുക, ഈ ഐസ് ഒന്നായിട്ട് വീഴുമല്ലോ. അതിനെന്തൊരു വാക്കുണ്ട്, അത് മറന്നു ഞാൻ. ഐസ് ഇങ്ങനെ ഒന്നായിട്ട് തള്ളി താഴോട്ട് വരും. അതിലൊക്കെ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ കഴിഞ്ഞു, ഒന്നും കിട്ടില്ല, നമുക്ക് പുറത്ത് തന്നെ വരാൻ പറ്റില്ല. പിന്നെ ഇത് സ്റ്റോൺ ഷൂട്ടിംഗ് ഏരിയാസ് എന്ന് പറഞ്ഞിട്ട് ബോർഡുകൾ, ഇങ്ങനെ വാണിംഗ് ബോർഡുകൾ, സൈൻ ബോർഡുകൾ വെച്ചിട്ടുണ്ട്, വാണിംഗ് ബോർഡുകൾ. അതെന്താണെന്ന് പറഞ്ഞാൽ ഈ പാറക്കല്ല്, ഹിമാലയ പർവ്വത ശിഖരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ മലകളിലെ പോലെ പാറകൾക്ക് അത്ര സ്ട്രെങ്ത് ഇല്ല അവിടെ. അതിങ്ങനെ വീഴും, ഏത് നിമിഷവും പാറക്കല്ലുകൾ താഴോട്ട് വീഴും. അതിന് സ്റ്റോൺ ഷൂട്ടിംഗ് റീജിയൻസ് ഏരിയാസ് എന്നാണ് പറയുക. അപ്പോൾ അവിടെയൊക്കെ ചെറിയൊരു പ്രകമ്പനം മതി, പാറ അങ്ങനെ താഴോട്ട് വീണ് വലിയ അപകടങ്ങൾ അങ്ങനെ പലർക്കും പറ്റിയിട്ടുണ്ട്, പലരും മരിച്ചു പോയിട്ടുണ്ട്. ഈ പാറ വന്ന് അടിച്ചിട്ട് വണ്ടികൾ താഴോട്ട് പോയിട്ടുണ്ട്. ഇതൊക്കെ മിലിറ്ററിയുടെ ഏരിയാസാണ്, മനസ്സിലായോ? ഇതാണ് ചാംഗ്ല പാസ്. ഞങ്ങളിപ്പോൾ ചാംഗ്ല പാസിലെത്തി. ഇനി ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ സമയം എത്രയാണെന്നറിയാം നിങ്ങൾക്ക്? അതല്ലേ ഏറ്റവും വലിയ തമാശ. സമയം എത്രയാവും നിങ്ങൾ പറയൂ? ഒരു 5 മണി അല്ലേ? 7:15, 7:20 ഞാൻ ചാംഗ്ല പാസിലെത്തുമ്പോൾ വൈകുന്നേരം 7:20. സൂര്യൻ അസ്തമിച്ചിട്ടില്ല.
അപ്പോൾ പക്ഷേ ഒരു 6 മണി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഇവിടെ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എന്നോട് മിലിറ്ററി പട്ടാളക്കാർ പറഞ്ഞു ശ്രദ്ധിച്ചു പോകണം, തീരെ വാഹനങ്ങളുണ്ടാവില്ല, വല്ല അപകടവും പറ്റിയാൽ സഹായിക്കാൻ ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഇതെൻ്റെ കാറാണ്, ഈ കാറിലാണ് ഞങ്ങൾ പോയത്. വളരെ മിലിറ്ററി ട്രക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നത് കാണാം നമുക്ക്. അപ്പോൾ 16,000 സംതിങ് അടി ഉയരത്തിലാണ് ഇപ്പോൾ ഞാനുള്ളത് ചാംഗ്ല പാസിൽ. ഓക്കെ, ഇതാണ് ചാംഗ്ല പാസ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും രണ്ടാമത്തെ ഉയരം കൂടിയ മോട്ടോറബിൾ റോഡാണ് ചാംഗ്ല പാസ്. ഇനിയും എനിക്ക് എത്രയോ കിലോമീറ്ററുകളോളം സഞ്ചരിച്ചിട്ട് വേണം എനിക്ക് പാങ്കോങ് തടാകത്തിലെത്താൻ. അപ്പോൾ ഇന്നെത്താൻ കഴിയുമെന്നൊന്നും തോന്നുന്നില്ല. ഞങ്ങൾ ഇന്ന് ഇവിടെ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യും. അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ചത് നുബ്ര വാലിയിൽ സ്റ്റേ ചെയ്യാനാണ്. ഓക്കെ, സംവെയർ